ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇന്ന് സുലയം കൊണ്ട് ചെക്കപ്പിന് പോകുന്ന ദിവസമാണ് കേട്ടോ. സംഭവം ഇന്ന് ഞാൻ പോയില്ല, കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 28-ാം തീയതി കഴിഞ്ഞിട്ടൊരു യാത്രയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഫണ്ട് ഇഷ്യൂ ഉണ്ട്. അപ്പം ഇന്ന് സുലയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അമ്മയും എൻ്റെ അനിയത്തിയും കൂടിയാണ്. അപ്പോൾ അവർ 3 പേരും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത്. അവർ പോയി ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വന്നിട്ട് രാവിലെ വർക്കിന് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ടൈം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല, അമ്മയ്ക്ക് സുലയ്ക്കും ഉണ്ടായിരുന്നില്ല. അവർ വെളുപ്പിന് പോകണമല്ലോ. അതുകൊണ്ട് അച്ഛൻ രാവിലെ എനിക്ക് ഫുഡൊക്കെ റെഡിയാക്കി തന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ചോറും കറി, നമ്മളെ പഴയ പരിപാടിയാണ് കേട്ടോ. കാണിച്ചു തരാം. അച്ഛൻ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അച്ഛൻ പുറത്തോട്ട് പോയിരിക്കുകയാണ് കുളിക്കാനായിട്ട്. ഞാൻ ചോറ് കഴിച്ചിട്ട് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. സൂപ്പർ ചോറ്, മീൻകറി, അവിയൽ സെറ്റ്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ട് വർക്കിന് പോകണം. വർക്ക് എനിക്ക് ഇന്നലെ ചെയ്ത ജോലി ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ്. ആദ്യം അവിടെ പോയിട്ട് വേറൊരു സൈറ്റ് ഇനി നനയ്ക്കാനുണ്ട്. അവിടെ നനച്ചിട്ട് വേണം എനിക്ക് മറ്റേ സ്ഥലത്ത് പോയിട്ട് ചെയ്യാനായിട്ട്. അവിടെ ഇന്ന് തീർക്കണം. അപ്പോൾ ഓക്കെ, ഞാനിത് കഴിക്കട്ടെ. ഫിനിഷ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സൈറ്റിലെത്തിയിരിക്കണം. സൈറ്റിൽ ഇവിടെ നനയ്ക്കണം ആദ്യം. അപ്പോൾ ഇന്നലെ നനച്ച അതേ സൈറ്റാണ്. അവിടെ ഇന്ന് നനച്ചിട്ട് വേണം ബാക്കി ജോലി തീർക്കാനായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ മുകളിലോട്ട് പോട്ടെ, നനയ്ക്കാനുള്ള പരിപാടി കഴിയട്ടെ. ഓസ് പിടിച്ചിടണം. അവിടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അടുത്ത സൈറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങാം. അവിടെ നേരത്തെ ഇനി വന്നു കേട്ടോ. ഇന്നലെ ഞാൻ പിന്നെ ബാക്കി ഇളക്കാനുള്ള മണ്ണൊക്കെ അങ്ങ് ഇളക്കിയിട്ട് ഇവിടെയൊക്കെ ഇളക്കിയിട്ട് എനിക്കിതാ ഇത്രയും ഭാഗമുണ്ട്. ഇത്രയും ഭാഗം ഓക്കെയാണ്. ഇനി ഇത്രയും ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്. വെയിലിന് മുമ്പേ തുടങ്ങാം. ഞാനെൻ്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങട്ടെ ഗൈസ്. ഇന്നത് തീർക്കണം. ടടാങ്! നോക്കൂ ഗൈസ്, നോക്കൂ എത്ര മനോഹരമായത് നോക്കൂ. അങ്ങനെ നിൽക്കോടെ. അപ്പോൾ ഇത്രയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കിടക്കുന്നുണ്ടോ? ഇത്രയും കനം എനിക്ക് വെട്ടി ഇളക്കാനുള്ളതാണ്. അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, അങ്ങ് കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെഷനിലോട്ട് പോട്ടെ. സുഹൃത്തുക്കളെ,
സൂര്യൻ വോൾട്ടേജ് കൂട്ടി തുടങ്ങി. സംഭവം ഞാൻ എന്താ നിന്ന് പണിയുന്നിടത്ത് ഒരു ഓലയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് കളക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് വേണ്ട ഇത്ര തണൽ കിട്ടും. അപ്പോൾ ആ തണലത്ത് നിന്ന് നമുക്ക് വെയിലിൻ്റെ വലിയ ചൂടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആ സൈഡെല്ലാം കഴിഞ്ഞു, ഇനി ഈ സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, കൂടാരൊക്കെ കെട്ടിയെന്നാണ് പണിയണത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ് അടിക്കണത്. സംഭവം കിളയ്ക്കുന്ന ആ ഓരോ സൈഡിനനുസരിച്ച് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് തണൽ കിട്ടും. ഇതുപോലെ 2 ഓല കൊണ്ട് വയ്ക്കും. എന്നിട്ട് നിന്ന് കിളയ്ക്കും. മാറ്റി മാറ്റി കിളച്ച് പോകുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറ്റി കൊണ്ട് അപ്പോൾ ഏതാണ്ട് ഞാൻ നിൽക്കും. ഇവിടെ എനിക്ക് തണലായിരിക്കും, വലിയ വെയിലുണ്ടാവത്തില്ല. സംഭവം കുടിക്കുന്ന വെള്ളം തീർന്ന് ഇനി വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള പണി. ഓക്കേ, അപ്പോൾ 1 മണിയായി, ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് 3/4 ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ഈ ഭാഗമൊക്കെ കല്ലാണ്, അത് വെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇനി ഇവിടെ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അതിന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള പരിപാടികളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എല്ലാം ഓക്കെ ആയി, ഫിനിഷായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ, കാണിച്ചു തരാം, ബാക്കിയുള്ള കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ പോയി കുറച്ച് ഇങ്ങോട്ടുണ്ട് എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ ഈ ഭാഗത്തേ ഉള്ളൂ കേട്ടോ. ഇവിടെ കഴിഞ്ഞാൽ ഓക്കെയാണ്, സെറ്റാണ്. ഉച്ചയ്ക്ക് ശേഷം പടപടാ നിന്നാലേ ഇന്ന് തീരത്തുള്ളൂ. അപ്പോൾ ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് വരാം. ചോറ് ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല. ഓക്കെ സുഹൃത്തുക്കളെ, ചോറ് കഴിച്ചിട്ട് വരാം. ഹോട്ടലിൽ പോകണം. അപ്പോൾ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാണിച്ചേ. അപ്പോൾ 2 മണിക്ക് ശേഷം ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ഇറങ്ങി. സംഭവം ഇനി എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതുണ്ട്, ഇത് 2 സെക്ഷനായിട്ടുണ്ട്. അടുത്ത ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഒരു നീളമാണ്. ഇത് ഇവിടെ കുറച്ച് നേരത്തേക്ക് തണലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തോട്ട് പോകാം, അപ്പോഴത്തേക്ക് അവിടെയും തണലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്ക് തുടങ്ങാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വർക്ക് ഭംഗിയായി തീർന്നിരിക്കുകയാണ്. അതാ ഞാനിപ്പോൾ അതിലെ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സംഭവം ഇന്ന് ഞാൻ പ്ലാൻ ബുദ്ധിപരമായിട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ തണലും ഒരു സൈഡിൽ വെയിലും കേട്ടോ. അപ്പോൾ ഞാൻ തണലുള്ള ഭാഗം മാത്രം നോക്കി കയറി നിന്ന്, അപ്പോൾ തണൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ എല്ലാം കയറി എന്നങ്ങ് പണിഞ്ഞു. അതുകൊണ്ട് ഇന്നലത്തെ പോലെ അത്രയും ക്ഷീണം ഇന്നുണ്ടായില്ല. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് തീർക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത്, ഫുള്ള് വെയിലത്ത് വയ്ക്കേണ്ടി വന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ബുദ്ധിപരമായിട്ട് നീങ്ങിയതുകൊണ്ട് നമുക്കിന്ന് നേരത്തെ ഇന്നലത്തെ കാട്ടി നേരത്തെ കഴിഞ്ഞു. പണി ഫുള്ള് കഴിഞ്ഞു. ഇനി കുറച്ച് ചെറിയ വേര് വെട്ടിക്കളയാണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് പോവാം. ഇതാ കാണിച്ചു തരാം. ഈ ചെറിയ വേരുകൾ കണ്ടോ, കുഞ്ഞു കുഞ്ഞു വേരുകൾ, ഇതും കൂടെ വെട്ടിയ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനി വെട്ടിയിട്ട് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാ. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയവരൊക്കെ ഇവിടെ വന്നിട്ട് പണി എന്തിനും ഇവിടെ ഭയങ്കര ബഹളം. എന്തൊക്കെ തട്ടിക്കുട്ടിയുള്ള ജോലി എനിക്ക് അറിഞ്ഞൂടാ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു, യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. കല്ലുവും എന്തിനു പറഞ്ഞു? കല്ലൂന് ഭയങ്കര നിർബന്ധം തന്നെ. ഇനി അടുത്ത ആഴ്ച പോണം. ഇനി അടുത്ത ആഴ്ച പോണല്ലേ? കൊച്ചുങ്ങൾ കല്ലുവാണ് ഭയങ്കര നിർബന്ധം. നല്ല വിശപ്പ്. ഇപ്പൊ ഒന്നും അരിയൊക്കെ അടുപ്പി കിടക്ക, ചായ ചൂടാക്കി തരാം. ഞാൻ സുലയൊന്ന് പോയി കാണട്ടെ. സുല ചേച്ചി എന്തിനു ചെയ്യുന്നു? ഒരുങ്ങാണ്, എന്തിനു പറഞ്ഞ് ചിരിക്കണ? ഇനി ഞാൻ ഇവരുടെ അടുത്ത് ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ കണക്ക് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നീങ്ങിയതുകൊണ്ട് ഇന്ന് അത്രയും ക്ഷീണം ഉണ്ടായില്ല. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ബൈ.